കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 57. ലക്ഷം പ്രകാരമൊരു സൃഷ്ടിപ്പതിന്നു മധു രക്ഷിപ്പതിന്നു മധു ശിക്ഷിപ്പതിന്നുമിഹ വിക്ഷേപമാവരണമീ രണ്ടു ശക്തികൾ അതിങ്കെന്നുദിച്ചു ഹരിനാരായണായ നമഃ. അപ്പോൾ ഇതിൽ എന്താ പറയണ വെച്ചാൽ നമ്മൾ ഏത് പ്രകാരത്തിലാണ് ഭഗവാനെ വിചാരിക്കണ വെച്ചാൽ ആ പ്രകാരത്തിൽ നമുക്ക് ഭഗവാൻ ദർശനം തരും. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലത്തെ കാണുന്നത് എല്ലാം ഭഗവാനാണെന്ന് വിചാരിച്ചാൽ, കാണുന്ന നാമരൂപങ്ങൾ മുഴുവൻ ആ ബ്രഹ്മം തന്നെയാണെന്ന് വിചാരിച്ചാലും അങ്ങനെയും പറ്റും. അപ്പം അത്ഭുതമില്ലല്ലോ. കാരണം എന്ത് മനസ്സുകൊണ്ട് നമ്മുടെ മനസ്സങ്കല്പമാണല്ലോ ജഗത്ത്. അപ്പം മനസ്സുകൊണ്ട് എന്ത് സങ്കല്പിച്ചാലും അത് മുഴുവൻ ബ്രഹ്മം തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ വാക്കിൻ്റെ അതിലേക്ക് വരും നമ്മളിപ്പോൾ. ലക്ഷം പ്രകാരമുട എന്ന് പറഞ്ഞാൽ എന്താ? എണ്ണിയാൽ ഒടുങ്ങാത്തത്രേ, അതായത് അസംഖ്യം നാമരൂപങ്ങളോടുകൂടി സൃഷ്ടിപ്പതിനും അതു രക്ഷിപ്പതിനും അതു ശിക്ഷിപ്പതിനുമിഹ. അതായത് ഇവിടെ ഈ ഇവിടെ ഇപ്പം ഈ സൃഷ്ടിപ്പതിനും അതു രക്ഷിപ്പതിനും അതു ശിക്ഷിപ്പതിനും എന്നുള്ള അർത്ഥം സൃഷ്ടി സ്ഥിതി സംഹാരം എന്നാണ് കേട്ടോ. അതായത് സൃഷ്ടിക്കുവാനും അതിനെ പാലിക്കുവാനും പരിരക്ഷിക്കുവാനും അതിനെ തന്നിലേക്കു തന്നെ സംഹരിച്ച് ലയിപ്പിക്കാനും തന്നെയാണ് അർത്ഥം. അതൊക്കെ ഇത് മുഴുവൻ ഈ ശക്തി എവിടുന്നാണ് വരണത്? അതിങ്കെ എന്ന ആ പരമാത്മാവിൽ നിന്ന് തന്നെയാണ്. ഏത് ശക്തി കൊണ്ടാണ് സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തണത്? ആ ശക്തി പരമാത്മാവിൽ നിന്ന് വരണതാണ്. വിക്ഷേപം ആവരണം. അപ്പോൾ മായയുടെ രണ്ട് ശക്തി കൊണ്ടാണ് നമുക്ക് തോന്നണത്. മായയ്ക്ക് രണ്ട് ശക്തി ഉണ്ട്, ഒന്ന് ആവരണവും ഒന്ന് വിക്ഷേപവും. ആവരണം പറഞ്ഞു വെച്ചാൽ ആ പരമാത്മാവിനെ മറയ്ക്കുക, എന്നിട്ട് അതിൻ്റെ സ്ഥാനത്ത് വിക്ഷേപം പറഞ്ഞാൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുക. അതിൻ്റെ സ്ഥാനത്ത് ഈ ജഗത്തിനെ യഥാർത്ഥമായിട്ട് തോന്നിപ്പിക്കത്തക്കവണ്ണം സൂപ്പർ ഇമ്പോസ് ചെയ്യുക. അതാണ് മായയുടെ രണ്ട് ശക്തികളെ, വിക്ഷേപശക്തിയും ആവരണശക്തിയാണ്. ഈ രണ്ടു ശക്തികൾ എന്ന് പറഞ്ഞാൽ എന്താ? വിക്ഷേപശക്തി ആവരണശക്തി ഉദിച്ച് ഉണ്ടായി നാരായണായ നമ. അതായത് എനിക്കിപ്പോൾ ഈ ലോകമൊക്കെ യഥാർത്ഥമെന്ന് തോന്നുന്നത് മായയുടെ ആവരണശക്തിയും വിക്ഷേപശക്തി കൊണ്ടാണ്. അപ്പം എനിക്ക് മായാധിനാഥനായിട്ടുള്ള ആ ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ എനിക്ക് മായയുടെ സഹായത്തോടു കൂടിയിട്ട് തന്നെ എനിക്ക് ഈ മായാശക്തിക്ക് അപ്പുറത്ത് പോകണം. ഭഗവാൻ മായയ്ക്ക് അതീതനാണ്, ഭഗവാന്റെ ശക്തിയാണ് മായ എന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ ആ മായയെ തന്നെ ഉപയോഗിച്ച് നമുക്ക് മായയ്ക്ക് അതീതമായി പോകണമല്ലോ. അതായത് പരമാത്മാവിൻ്റെ തന്നെ ശക്തിയായിട്ടുള്ള മായയുടെ ആവരണശക്തിയും വിക്ഷേപശക്തി വെച്ചാൽ സൂപ്പർ ഇമ്പോസ് ചെയ്യാനുള്ള ആ ശക്തിയും ആണല്ലോ നമുക്ക് ഈ വൈവിധ്യമാർന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിനെയൊക്കെ യഥാർത്ഥമായി തോന്നിപ്പിക്കുന്ന വിധം അത് കാണിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചം യഥാർത്ഥമാണ് നമ്മളെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ, അത് മായയുടെ വിക്ഷേപവും ആവരണവും ശക്തിയാണല്ലോ. പ്രപഞ്ചം ഈ എണ്ണിയാലൊടുങ്ങാത്ത നാമരൂപങ്ങൾ കൊണ്ട് നിറഞ്ഞതാണല്ലേ. നമുക്ക് പറഞ്ഞില്ലേ ലക്ഷം പ്രകാരം, അതായത് അസംഖ്യം നാമരൂപങ്ങളാണ് ഈ ജഗത്തിലെ. ഇതെല്ലാം ആ അദ്വൈത ശക്തിയായ ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മം തന്നെയാണ് ഇതൊക്കെ. ആ ബ്രഹ്മം അവിടുന്ന് മാറ്റിയാൽ, അല്ലെങ്കിൽ ആ പരമാത്മ ചൈതന്യം അവിടുന്ന് മാറ്റിയാൽ പിന്നെ ഒന്നുമില്ല. ഏതുപോലെ മണ്ണ് എടുത്ത് ഒരുപാട് തരത്തിലുള്ള മൺപാത്രങ്ങൾ ഉണ്ടാക്കി എന്നുവെച്ചോളൂ. അതിൽ നിന്നൊക്കെ മണ്ണ് മാറ്റിയാൽ പിന്നെന്താ? ഒന്നുമില്ലല്ലോ, മണ്ണ് തന്നെയാണത്. പക്ഷേ അത് വിവിധ നാമരൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറെ തോന്നും, പക്ഷെ ശരിക്കല്ല. അതേപോലെ സ്വർണവും സ്വർണ്ണാഭരണങ്ങളും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ മണ്ണാണെന്ന് മനസ്സിലാക്കാതെ ഇതെല്ലാം വെറും മണ്ണ് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ആഭരണങ്ങളെല്ലാം വെറും സ്വർണം തന്നെയാണെന്ന് മനസ്സിലാക്കാതെ ഓരോന്നിനെയും
ഇതൊക്കെ വേറെ വേറെയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതുപോലെയാണ് നമ്മൾ ശരിക്കും പറയാച്ചാൽ അത് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതന്നെയാണ് ഇവിടെ ചെയ്യണത്. ഈ ബ്രഹ്മം തന്നെയാണ് വിശ്വാകാരമായി നിൽക്കുന്നതും വിശ്വത്തിലത്തെ എല്ലാ വസ്തുക്കളായിട്ട് നിൽക്കുന്നതും എല്ലാം ആ ബ്രഹ്മം തന്നെയാണ്. പക്ഷേ ഈ മായ ആ ബ്രഹ്മത്തിനെ ഇങ്ങോട്ട് ആവരണം ചെയ്തു. അപ്പം നമുക്കത് ബ്രഹ്മം തന്നെയാണെന്ന് മനസ്സിലാവണില്ല. അപ്പം നമ്മൾ ഇതൊക്കെ റിയലാണ് എന്ന് വിചാരിച്ച് സൃഷ്ടിച്ച സംഹാരങ്ങളൊക്കെ റിയലാണെന്ന് വിചാരിക്കുകയാണ് നമ്മളെ. അതായത് ഈ മായാതീതമായ ബ്രഹ്മത്തിൽ നിന്ന് മായ ഉണർന്ന് ആദ്യം ചെയ്യണത് എന്താ? ആ മായാശക്തി, ഭഗവാന്റെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഭഗവാൻ ഈക്ഷണം ചെയ്ത് എനർജി കൊടുക്കുക എന്ന് പറയാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യണം? ആദ്യമായിട്ട് ആ തനിക്ക് എനർജി തന്ന ആ ബ്രഹ്മത്തെ ആവരണശക്തി കൊണ്ട് മറയ്ക്കുന്നു. പിന്നെ ആ സ്ഥാനത്ത് ഈ ദൃശ്യപ്രപഞ്ചത്തെ വിക്ഷേപം ചെയ്യുന്നു, അഥവാ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. അങ്ങനെ കുറേ കാലം വിക്ഷേപം നിലനിർത്തിയിട്ട് മായ അടക്കം സർവവും ആ ബ്രഹ്മത്തിൽ തന്നെ ലയിക്കുന്നു. അപ്പോൾ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് മുമ്പും ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൃഷ്ടിസ്ഥിതി സംഹാരം നടന്നപ്പോഴും, അല്ലെങ്കിൽ സൃഷ്ടി നടന്നതിന് ശേഷം സ്ഥിതിയായിട്ടിരിക്കുന്ന സമയത്തും പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും ആ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ പറഞ്ഞതാട്ടോ. അപ്പോൾ അതായത് അത് മാത്രമേ ഉള്ളൂ എന്നും മറ്റതൊക്കെ നമുക്ക് വെറും തോന്നലാണെന്ന് പറയുകയാണ്. മായ അടക്കം സർവത്തിൽ ബ്രഹ്മത്തിൽ ലയിക്കുമല്ലോ. സങ്കല്പം മാത്രമല്ല, ഒരു കാര്യം കൂടി ഇവിടെ നമ്മൾ ആലോചിക്കണം. എന്തറിയാം, സങ്കല്പം അനുസരിച്ചിട്ടാണ് ഓരോ ജീവിയും അവരുടെ ജ്ഞാനേന്ദ്രിയ ശക്തികൾക്കനുസരിച്ചിട്ട്, ഈ ഇന്ദ്രിയം കൊണ്ടാണല്ലോ നമ്മൾ പ്രപഞ്ചം അനുഭവിക്കുന്നത്. പ്രപഞ്ചം ഇന്ദ്രിയ വിഷയമാണല്ലോ. അപ്പോൾ ഓരോ തരം സ്പീഷീസിൻ്റെയും ഓരോ തരം ആനിമൽസും മനുഷ്യനുമൊക്കെ അവനവൻ്റെ ഈ ജ്ഞാനേന്ദ്രിയ ശക്തികൾക്കനുസരിച്ചിട്ടാണ് പ്രപഞ്ചത്തിനെ കാണുന്നത്. ഒരു ഉറുമ്പ് പ്രപഞ്ചത്തിനെ കാണുന്നതും നമ്മൾ കാണുന്നതും ഒരു പട്ടി പ്രപഞ്ചത്തിനെ കാണുന്നതും ഒക്കെ വേറെയാണ്. കാരണം നമ്മുടെയൊക്കെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ ലിമിറ്റേഷൻസും ശക്തിയും കപ്പാസിറ്റിയും ഒക്കെ വേറെ വേറെയാണ്. ഇപ്പോൾ മൃഗങ്ങൾക്കൊക്കെ ഈ ഘ്രാണശക്തിയാണ് അത്ര ഏറ്റവും പ്രധാനം, അതായത് വാസനിക്കാനുള്ളത്. അതേസമയം നമ്മുടെ ശാസ്ത്രങ്ങൾ പ്രകാരം പറയണത് മനുഷ്യർക്ക് ഏറ്റവും ഈ ശ്രവണമാണ് ഏറ്റവും പ്രധാനം. നമുക്ക് മറ്റവർക്ക് കണ്ണ് പ്രധാനമല്ല എന്നല്ല, പക്ഷെ അതിലും സട്ടിലായിട്ടുള്ളതൊന്നും കൂടി ഗ്രഹിക്കാൻ പറ്റുന്നത് ശ്രവണത്തിനാണ്. കണ്ണിൻ്റെ മുമ്പിലുള്ളതല്ലേ കാണാൻ പറ്റുള്ളൂ, ശ്രവണത്തിന് അകലെയുള്ളത് പറ്റുമല്ലോ. അപ്പോൾ അത് നമ്മുടെ ശ്രവണേന്ദ്രിയാണ് അത്ര ഏറ്റവും അഡ്വാൻസ്ഡ്. ബാക്കി പല മൃഗങ്ങളുടെയും ഘ്രാണശക്തിയാണ്, വേറെ ചില മൃഗങ്ങളുടെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഓരോ ജീവിയും ലോകത്തിനെ വീക്ഷിക്കുന്നത് അവരുടെ സങ്കല്പം അനുസരിച്ചിട്ടാണ്. അവരുടെ സങ്കല്പം എന്തിനെ ആശ്രയിച്ചിട്ടാണ്? ജ്ഞാനേന്ദ്രിയ ശക്തികൾക്കനുസരിച്ചിട്ടാണ് ഓരോരുത്തരും പ്രപഞ്ചത്തിനെ കാണുന്നത്. ഈ ശാശ്വതമായ ബ്രഹ്മത്തിൽ യഥാർത്ഥമല്ലാത്ത പ്രപഞ്ചത്തെ ഉണ്ടാക്കി കാണിക്കുന്നതാണ് മായ എന്ന് പറഞ്ഞില്ലേ. അതന്നെ മായയുടെ അവിദ്യയാണ്, അതായത് അജ്ഞാനം. അപ്പം അവിദ്യ കൊണ്ടാണ് നമുക്കത് തോന്നുന്നത്. ആ അജ്ഞാനം കൊണ്ടാണ് നമുക്ക് ഈ ആത്മവിസ്മൃതിയും ദേഹാഭിമാനവും പ്രപഞ്ചം സത്യമാണെന്ന തോന്നലും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ അജ്ഞാനം കൊണ്ടാണ്, അല്ലെങ്കിൽ അവിദ്യ. അപ്പോൾ ആ അവിദ്യ നീങ്ങിയാൽ, അല്ലെങ്കിൽ അജ്ഞാനം നീങ്ങിയാൽ പരമാത്മ ചൈതന്യം പ്രകാശിക്കും. അപ്പം നമുക്ക് ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ഞാൻ ആ ബ്രഹ്മം തന്നെയാണ്, ഇവിടെ രണ്ടാമതൊന്നില്ല, അതല്ലാതെ മറ്റൊന്നില്ല എന്ന അനുഭവം വരും. ഏതുപോലെ? നമ്മുടെ എപ്പോഴും ഉപയോഗിക്കുന്ന കയറും പാമ്പ് പോലെ. കയറവിടെ കിടക്കുന്നുണ്ട്, ശരിക്കത് കയർ തന്നെയാണ്. പക്ഷെ എന്തുണ്ട്, ചെറിയ വെളിച്ചാണെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ അതിനെ പാമ്പായി തെറ്റിദ്ധരിക്കാം. പാമ്പായി തെറ്റിദ്ധരിക്കുന്നിടത്തോളം സമയത്ത് അയാൾക്ക് പേടിയുണ്ടാവും. പാമ്പാണെന്ന് തന്നെയാണ് വിചാരിക്കണത്. ബിക്കോസ് ഒട്ടും കയറാമെന്ന് തോന്നില്ലേ, പാമ്പാന്നങ്ങനെ വിചാരിച്ചു കഴിഞ്ഞു, സങ്കല്പിച്ചു കഴിഞ്ഞു. ആ സങ്കല്പത്തിൻ്റെ ശക്തിയാണ് പറയണം. പാമ്പാന്നങ്ങനെ സങ്കല്പിച്ചാൽ പിന്നെ പേടിച്ചിട്ട് വയ്യ അല്ലേ. പിന്നെ എപ്പോഴാണ് ആ പേടി മാറുക? വെളിച്ചം കൊണ്ടുവന്ന് ഇരുട്ടിനെ നീക്കിയാൽ, അതാണ് അജ്ഞാനം.
നമ്മുടെ മനസ്സിലത്തെ ആ ഇരുട്ടിനെ ഇങ്ങോട്ട് നീക്കി നല്ല പിന്നെ വെളിച്ചമുണ്ടെങ്കിൽ എന്തായി, ഓ ഇത് പാമ്പായിരുന്നില്ല, കയറായിരുന്നു, പിന്നെ പേടിയില്ല, ക്ലിയറായി. പിന്നെ ഒരിക്കലും ആ കയറ് കണ്ട് ഒരിക്കലും പാമ്പാന്ന് വിചാരിക്കില്ല അല്ലേ. അപ്പോൾ വെളിച്ചം കൊണ്ട് ആണ് വെളിച്ചം വന്നപ്പോഴാണ് ആ ഇരുട്ട് മാറിയത്. അതേപോലെയാണ് നമുക്ക് ജ്ഞാനം ഉദിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ അജ്ഞാനം നീങ്ങുക പറഞ്ഞാൽ എന്താ, ഞാൻ ഈ ദേഹമാണെന്നുള്ള ബോധം വിടുക, കംപ്ലീറ്റ്ലി ദേഹാഭിമാനം ഇല്ലാണ്ടാവലാണ് അജ്ഞാനം വേണമെങ്കിൽ, അല്ല അജ്ഞാനം നീങ്ങലെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ ആ പരമാത്മാവ് തന്നെയാണ് എന്ന അനുഭവമാവുന്ന നിമിഷം തൊട്ട് നമുക്ക് ഈ ലോകം ആ യഥാർത്ഥമാണെന്ന് ബോധ്യവും. അതാണപ്പോൾ ഇതിൽ പറയണത്. അങ്ങനെ എനിക്ക് മായയ്ക്കതീതമായി പോയി, എൻ്റെ അജ്ഞാനം നീങ്ങി, എനിക്ക് ബ്രഹ്മാത്മൈക്യം അല്ലെങ്കിൽ എനിക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കണേ, ഹരിനാരായണായ നമഃ എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 57 വായിച്ച് അടുത്ത 58 പോവാം. ഇതൊക്കെ നമ്മൾ പലതിലും പറയുന്നുണ്ട്, പിന്നെയും പറയുകയാണ്. അതിപ്പോൾ നമുക്ക് പല തരത്തിൽ പറയുകയാണ് എഴുത്തച്ഛനിലെ. അപ്പോൾ നമുക്ക് പല പ്രാവശ്യം പല തരത്തിൽ കേൾക്കുമ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഇൻറ്റേർണലൈസ് ചെയ്യാൻ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ. അപ്പോൾ സെയിം കാര്യം തന്നെ പല പിന്നെ തരത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞു. നമ്മൾ ഭാഗവതത്തിൽ പലതരത്തിൽ കണ്ടു, രാമായണത്തിൽ പലതരത്തിൽ കണ്ടു, എല്ലാവരും ഒന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ പലതരത്തിൽ പറയുമ്പോൾ കുറേ പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു ഉൾക്കൊള്ളാൻ കഴിയുണ്ടാവുമല്ലോ എന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ ഞാൻ 57 വായിച്ച 58 പോവാം. ലക്ഷം പ്രകാരമൊടു സൃഷ്ടിപ്പതിന്നുമതു രക്ഷിപ്പതിന്നുമതു ശിക്ഷിപ്പതിന്നുമിഹ വിക്ഷേപം ആവരണം ഈ 2 ശക്തികൾ അതിങ്കെന്നുദിച്ചു. അത് തന്നെ ഉദിക്കണതാണ് മായയുടെ. ഹരിനാരായണായ നമഃ. ഇനി നമുക്ക് 58 വായിക്കാം. വദനം നമുക്കു ശിഖി വസനങ്ങൾ സന്ധ്യകളുമുദരം നമുക്കുദധിയിൽ ഉലകേഴു 2മിഹ ഭവനം നമുക്കു ശിവ നേത്രങ്ങൾ രാത്രി പകൽ അകമേ ഭവിപ്പതിനു നാരായണായ നമഃ. അതായത് വിരാട് പിന്നെ ശരിക്കും പറയാച്ചാൽ നമുക്ക് ഈ മായയ്ക്ക് അതീതമായി പോവാൻ ഏറ്റവും സഹായിക്കണത് വിരാട് സ്വരൂപത്തിനുള്ള ധ്യാനമാണത്രേ. അത് ഭാഗവതത്തിലും വളരെ ഇതായിട്ട് പറയുന്നുണ്ട്. കാരണം സാധാരണ നിലയ്ക്ക് നമുക്ക് ഭഗവാൻ എന്ന് പറയുമ്പോൾ വളരെ സട്ടിലാണ്, നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ സട്ടിലായിട്ടുള്ള മൈൻഡ് കൊണ്ട് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ രൂപം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടദേവതയുടെ രൂപമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഫിസിക്കലി. പക്ഷേ നമുക്ക് കാരണം ഭഗവാന്റെ സട്ടിൽ ഫോമാണ് ഭഗവാൻ. അപ്പോൾ നമുക്കും സട്ടിലായിട്ടുള്ള മനസ്സ് വെച്ചിട്ട് സങ്കല്പിക്കാനേ പറ്റുള്ളൂ. പക്ഷേ വിരാട് സ്വരൂപമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാണുന്നതിനൊക്കെ ഭഗവാന്റെ അവയവങ്ങളായിട്ടും ഭഗവാന്റെ തന്നെ ഓരോ അംഗങ്ങളായിട്ടൊക്കെ കൽപ്പിക്കാം. അങ്ങനെ നമ്മൾ അഭ്യസിച്ചാൽ, പ്രാക്ടീസ് ചെയ്താൽ എല്ലാം വിശ്വം മുഴുവൻ വിശ്വാകാരമായി നിൽക്കുന്ന ആ ബ്രഹ്മം തന്നെയാണെന്നുള്ളത് നമുക്ക് പതുക്കെ ബോധ്യവും. അപ്പോൾ എന്താണ് ഭാഗവതത്തിലും പറയണത് അല്ലെങ്കിൽ രാമായണത്തിലൊക്കെ തന്നെയാണ്. എന്താ അറിയോ, ഈ മായയ്ക്ക് അതീതമായി പോവാൻ ഏറ്റവും നമ്മളെ സഹായിക്കണത് വിശ്വത്തിനെ മുഴുവൻ ഭഗവാനായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ എന്താ, വിശ്വരൂപമായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥം, വിരാട് രൂപത്തിൻ്റെ ധ്യാനം. നമ്മളിപ്പോൾ ഭാഗവതത്തിലൊക്കെ 6ാമത്തെ അധ്യായമൊക്കെ അതല്ലേ, ഏവം ചതുർദശ ജഗന്മേദം ഗതസ്യ പാതാളമീശതോ പാതുതലം വദന്തി അല്ലേ. അത് മുഴുവൻ ഉണ്ടല്ലോ. പാതുവദ്ദേശം അഭി ദേവരസാതലന്തേ ഗുൽഭദ്വയം കലിമഹാതലം അത്ഭുതാത്മൻ. പിന്നെ അങ്ങനെ മുഴുവൻ 6ാമത്തെ അധ്യായം അതാണ്. അതായത് വിരാട് സ്വരൂപ വർണ്ണനയാണ്. അതുപോലെ അതിനെ ധ്യാനിച്ചാൽ മതി എന്നാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അർത്ഥത്തിലേക്ക് പോവാം കേട്ടോ. അതായത് പിന്നെ എന്താണ്, ചുരുക്കിയിട്ട് ഒരു ശ്ലോകത്തിനാണ് പറഞ്ഞെടുക്കുകയാണ് വിരാട് രൂപം. അപ്പോൾ നമുക്കത് ചുരുക്കി ഇങ്ങോട്ട് അത് നോക്കാം. നമുക്ക് മീൻസ് ആരായി നമ്മൾ, ആ മുമുക്ഷുക്കൾ, മോക്ഷം ആഗ്രഹിക്കണവർ അല്ലെങ്കിൽ പരമാത്മ സാക്ഷാത്കാരം അല്ലെങ്കിൽ അഥവാ മോക്ഷം ആഗ്രഹിക്കുന്ന മുമുക്ഷുക്കൾക്ക് അതാണ് നമുക്ക് പറഞ്ഞത്. ആരാണ് മോക്ഷം ആഗ്രഹിക്കണം അല്ലെങ്കിൽ പരമാത്മ സാക്ഷാത്കാരം ആഗ്രഹിക്കണം, അങ്ങനത്തെ ആൾക്കാർക്ക് ശിഖി വദനം, ബ്രഹ്മത്തിൻ്റെ വായയെ അഗ്നിയായും
എപ്പോഴും വായ അഗ്നിയായിട്ടാണ്. സന്ധ്യകളും വസനങ്ങൾ, അതായത് ഉഷസന്ധ്യയും സായം സന്ധ്യയും എന്ന് പറഞ്ഞാൽ രാവിലത്തെ സന്ധ്യയും വൈകുന്നേരത്തെ, അതായത് വെളിച്ചാമ്പ സന്ധ്യയും പ്രാതസന്ധ്യയും സായം സന്ധ്യയും പരമാത്മാവിൻ്റെ വസ്ത്രങ്ങളായും, ഉദധി ഉദരം, സമുദ്രം ഭഗവാന്റെ ആ പിന്നെ എന്താണ് സമുദ്രം, അത് ഉദരം ഭഗവാന്റെ സമുദ്രം ഭഗവാന്റെ ഉദരമായും വിശ്വാകാരമായി നിൽക്കുകയാണെന്ന് വെച്ചാൽ സമുദ്രത്തിന് നമുക്ക് ഉദരമായിട്ട് ആവാലോ. പിന്നെ ഉലകേഴു രണ്ടും നമുക്ക് ഭവനം, ആ 14 ലോകങ്ങളും നമ്മുടെ ഭവനവും, അതായത് പാതാളാണ് ഭഗവാന്റെ കാല്. അങ്ങനെയാണല്ലോ ഏവം ചതുർദശ ജന്മ പാതാളമീശ തവ പാദതലം വദന്തി അല്ലേ. പാദോർദ്ധ ദേശമതി ദേവരസ, അതായത് കാലിൻ്റെ മോൾഭാഗം രസാതലാണ്, മൊട്ട് വേറെയാണ്, 2 സുതലവും മഹാതലമാണ് എന്താണ് തുടകൾ, പിന്നെ ജംഘം, അതായത് ഈ അരക്കെട്ട് പിന്നെന്താണ് ഭൂമിയാണ്. അങ്ങനെ മുകളിൽ വരെ തല സത്യലോകമാണെന്ന് വരെ പോവും. പിന്നെ ചന്ദ്രസൂര്യന്മാരെ കണ്ണുകളാണ്, അങ്ങനെയൊക്കെ പറയുമല്ലോ, വിസ്തരിച്ച് പറയുന്നുണ്ടല്ലോ. പിന്നെ എന്താണ് ഭാഗവത നാരായണീയത്തിലൊക്കെ അത് ശരിക്കും 6ാമത്തെ അധ്യായമാണ്. പിന്നെ എന്താണ് 14 ലോകങ്ങൾ നമ്മുടെ ഭവനവും നമ്മൾ താമസിക്കുന്ന സ്ഥലം. ഹേ ശിവ, രാത്രി പകൽ നേത്രങ്ങൾ, രാത്രിയും പകലും, അതായത് ഈ കണ്ണടയ്ക്കണതും തുറക്കണതുമാണ് ഭഗവാന്റെ രാത്രിയും പകലും. പിന്നെ അതായത് ഭഗവാന്റെ കണ്ണടയ്ക്കുമ്പോൾ രാത്രി, തുറക്കുമ്പോൾ അങ്ങനെ രാത്രിയും പകലും. പിന്നെ ശരിക്കും പറയാച്ചാൽ ചന്ദ്രനും സൂര്യനാണ് പിന്നെ നേത്രങ്ങൾ, ആ അടയ്ക്കണതും തുറക്കണതുമാണ് വിസ്തരിച്ച് പറയാച്ച. അതിൽ പിന്നെ ചുരുക്കി പറഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ടാണ് രാത്രിയും പകലും ബ്രഹ്മസ്വരൂപത്തിൻ്റെ നേത്രങ്ങളും. അകമേ ഭവിപ്പതിന്, ഇങ്ങനെ എനിക്ക് മനസ്സിൽ തെളിയുന്നതിന്, മീൻസ് എനിക്ക് ആ വിരാട് സ്വരൂപത്തിനെ ധ്യാനിക്കുന്നതിന് അനുഗ്രഹിക്കണേ, എന്നെ വിരാട് സ്വരൂപം ധ്യാനിക്കാൻ അനുഗ്രഹിക്കണേ ഹരിനാരായണായ നമഃ. അതായത് സ്വയം അതായത് ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്ന് അനുഭവമാവാൻ ഏറ്റവും എളുപ്പം ഈ അഭ്യാസമാണത്രേ. ഏത്? ഈ ലോകത്തിനെ മുഴുവൻ ഭഗവാനായിട്ട് കണ്ട്, വിശ്വാകാരമായി നിൽക്കുന്ന ഭഗവാനായി കണ്ടിട്ട് ഓരോന്നും ഭഗവാന്റെ അംഗങ്ങളായിട്ട്, അതായത് കുറേ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ ശരിക്കും. അതായത് ഇപ്പോൾ ഇപ്പം നമ്മൾ വിശ്വാകാരായി മേഘങ്ങളൊക്കെ ഭഗവാന്റെ തലമുടിയാണ്, വായു ഭഗവാന്റെ നിശ്വാസമാണ് നമ്മൾ നടക്കുമ്പോഴേ. പിന്നെ കയ്യും കാലും ഒക്കെ ദേവന്മാരാണ്, സ്ഥല സത്യലോകമാണ്, ഇങ്ങനെ വായ അഗ്നിയാണ്, അങ്ങനെ പറയുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നമുക്ക് പറ്റുന്നത്ര ആലോചിക്കാം. ചിലതൊക്കെ ശരിക്കും നമുക്ക് പറ്റുട്ടോ. അതായത് ഇപ്പോൾ നോക്കൂ, വലിയ മലകളൊക്കെ കാണുമ്പോഴേ അത് ഭഗവാന്റെ എല്ലുകളാണ്. അതേപോലെ തന്നെ നദികളും അരുവികളും ഒക്കെ ചെറിയ ചെറിയ രക്തക്കുഴലുകളാണ്, ആർട്ടറിയും വെയിനും പിന്നെ സാധാരണ ഞരമ്പുകളും ഒക്കെയാണ് വെച്ചാൽ ഇങ്ങനെ. അതൊക്കെ നമുക്ക് കുറേയൊക്കെ ആലോചിക്കാൻ ശരിക്കും തന്നെ പറ്റും അല്ലേ. പിന്നെ വൃക്ഷങ്ങളൊക്കെ ഭഗവാന്റെ മേലത്തെ രോമങ്ങളാണ്. അങ്ങനെ നമ്മൾ പറ്റണത്ര ഈ കാണുന്ന ലോകത്തിൽ കാണുന്ന എല്ലാറ്റിനെയും ഭഗവത് സ്വരൂപത്തിൻ്റെ ഭാഗങ്ങളായിട്ട്, അതാണത്ര അഭ്യാസം. അത് വളരെ ശക്തിയായിട്ട് ഇതിലും പറയുന്നുണ്ട് കേട്ടോ, ഭാഗവതത്തിലും. അങ്ങനെ വിശ്വരൂപം അല്ലെങ്കിൽ വിരാട് സ്വരൂപത്തിനെ നമ്മൾ ആരാധിച്ച് അഭ്യസിച്ചാൽ നമുക്ക് എല്ലാം ഇവിടെ ആ ഭഗവാന്റെ അംശം അല്ലാണ്ട് അവിടെ ഒന്നുമില്ല, എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് നമുക്ക് പതുക്കെ പതുക്കെ തെളിഞ്ഞു വരും. അങ്ങനെ ഭഗവത് കൃപ ചൊരിയണ ഒരു സമയത്ത് നമുക്ക് ശരിക്കും ഇവിടെ ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല, രണ്ടാമതൊന്നുമില്ല, ഈ കാണുന്നതൊക്കെ സർവം ബ്രഹ്മമയായിട്ട് തോന്നും. അതാണ് അപ്പം അഹം ബ്രഹ്മാസ്മി എന്നും തോന്നും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അപ്പം അല്ലെങ്കിൽ ഇതൊക്കെ ബ്രഹ്മത്തിൻ്റെ വിവിധ രൂപനാമങ്ങളാണെന്ന് അങ്ങോട്ട് ഉറയ്ക്കണം. അതങ്ങോട്ട് ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു വഴി ഇതാണെന്നാണ് പറയണത്. പിന്നെ ഇതിനു മുമ്പ് നമ്മൾ 16ാമത്തെ ശ്ലോകത്തിലോട്ട് നമ്മൾ വിരാട് സ്വരൂപത്തിൻ്റെ കാര്യം പറഞ്ഞുല്ലോ. അപ്പോൾ എല്ലാം ഭഗവാൻ തന്നെയാണ്. ഇങ്ങനെ നമുക്കങ്ങനെ ആലോചിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് പറഞ്ഞു നടക്കുകയാണ് വിരാട് സ്വരൂപ ധ്യാനം. അതിന് സാധാരണ നിലയ്ക്ക് ആ 6ാം അധ്യായം നാരായണീയത്തിലെ
എന്നിട്ട് അവസാനത്തെ ശ്ലോകം പറയുന്നുണ്ടല്ലോ, ഈദൃജഗന്മയ പുസ്തക കർമ്മഭാജം കർമാവസാനീയ സ്മരണീയമാഹു, അതും പറയുന്നുണ്ട്. അതായത് നമുക്ക് കർമാവസാന സമയത്ത് മീൻസ് മരണത്തിൻ്റെ സമയത്ത് ഇത് ആലോചിച്ചാൽ പിന്നെ നമുക്ക് രണ്ടാമത് ജന്മമില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിൽ. അപ്പോൾ 6ാമത്തെ അധ്യായം വളരെ വിശേഷമാണ്. ദിവസേന രാത്രി കിടക്കാൻ പോകുമ്പോൾ ചെല്ലുകയാണ്. അതായത് ദിവസത്തെ പ്രളയമാണല്ലോ രാത്രി. അപ്പോൾ നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സടക്കം ലയിക്കുമല്ലോ. അപ്പോൾ അതാത് ദിവസത്തെ പ്രളയത്തിൻ്റെ സമയത്ത് അത് ചെല്ലി എല്ലാ ദിവസവും 6ാം അധ്യായം നമ്മൾ ചെല്ലി വിരാട് സ്വരൂപത്തിനെ മനസ്സിൽ ധ്യാനിച്ച് ഉറങ്ങുക. അങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് മരണസമയത്തും ആ അവസാനത്തെ ഉറക്കത്തിൻ്റെ സമയത്തും നമുക്കിത് ഈ വിരാട് സ്വരൂപത്തിനെ ധ്യാനിക്കാൻ സാധിക്കും എന്നൊക്കെ പല മഹാത്മാക്കളും പല പിന്നെ ഭക്തന്മാരൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര ഇതിൽ പറയാനുള്ളൂ. കാരണം പിന്നെ ശരിക്കും വിരാട് സ്വരൂപിൻ്റെ ഒരു ചെറിയ വർണ്ണനം അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ 58 ഒന്നും കൂടി വായിച്ച് നമുക്ക് ഇന്നത്തെ നിർത്താം. വദനം നമുക്കു ശിഖിവസനങ്ങൾ സന്ധ്യകളുമുദരം നമുക്കു മുദതി ഉലകേഴു രണ്ടുമിഹ ഭവനം നമുക്കു ശിവ നേത്രങ്ങൾ രാത്രി പകൽ അകമേ ഭവിപ്പതിനു നാരായണായ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.